കുടിയൻ ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നിഫ്റ്റി രണ്ടാമത്തെ ദിവസം വളരെ പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. 500 പോയിന്റിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ വന്നു. അതിനുശേഷം മാർക്കറ്റ് ചെറിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ കൂടിയും പോസിറ്റീവായിട്ട് തന്നെ റിലയൻസ്, SBN, LNT തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കിൻ്റെ സഹായത്തോടെ കൂടിയിട്ട് നിഫ്റ്റി 22,679 നിഫ്റ്റിയുടെ ക്ലോസ് നടത്തി. സെൻസെക്സ് 1187 പോയിന്റിൻ്റെ ക്ലോസ് നടത്തി. പോസിറ്റീവായ രണ്ടാമത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഇന്നലെ നമ്മൾ ഈ US വിക്സ് കണ്ടിരുന്നു, 10% ഒരു ഫോള് കണ്ടു. അതേപോലെ തന്നെ ഇന്ത്യയിലും നമ്മളുടെ ഇന്ത്യ വിക്സും 10% ഫോള് കണ്ടു. ഇപ്പോൾ യുദ്ധം മാറിയോ അല്ലെങ്കിൽ തീരാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നില്ല. എന്നാൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപ് വളരെ സീരിയസ്ലി ഈ ഒരു വാറ് നിർത്താനായിട്ട് ഉള്ള ആഗ്രഹം പുള്ളി പല സമയങ്ങളിലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഹോർമസ് ആ ഒരു സീവേ ഈവൻ ക്ലോസ് ചെയ്താൽ കൂടിയും യുദ്ധം നിർത്താനുള്ള സന്നദ്ധത ഈ ഒരു ട്രംപ് അറിയിച്ചു. അതിനെ തുടർന്നാണ് ഇന്നലെ US വിക്സ് വലിയ തോതിൽ ക്രാഷായത്. അപ്പോൾ ഓയിലും 2% ഫോൾ രേഖപ്പെടുത്തി. അത് നമ്മുടെ ഇൻഡിഗോ പോലെയുള്ള കമ്പനീസിന് അതിൻ്റെ ഒരു ഗുണം കിട്ടി. ലോവർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസം ആദ്യം നമുക്ക് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഉണ്ട്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് പൊതുവേ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്. എന്നാൽ അശോക് ലെയ്ലാൻഡിൻ്റെ റിപ്പോർട്ട് മോശമായിരുന്നു. അതുകൊണ്ട് അശോക് ലെയ്ലാൻഡ് നിർദ്ദേശം 3% മുകളിൽ ഫോള് രേഖപ്പെടുത്തി. അത് മാറ്റി നിർത്തിയാൽ ഈ വലിയൊരു ഫോളൊന്നും തന്നെ മറ്റുള്ള കമ്പനീസിൽ കണ്ടില്ല. നിഫ്റ്റിയിൽ കാണാം ട്രെൻഡ്, ഇൻഡിഗോ, അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസ് വലിയ തോതിൽ റാലി രേഖപ്പെടുത്തി. ട്രെൻഡെല്ലാം തന്നെ 7% ഇൻഡിഗോ. ഈ ഓയിൽ പ്രൈസ് 2% ഫോൾ ആയത് ഇൻഡിഗോ 6% റാലി കണ്ടു. ഡോക്ടർ റെഡ്ഡിയും HDFC ലൈഫും സിപ്ലയും സൺഫാർമയും NTPC ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ഫോൾ ആയിട്ടുള്ള ഒരു കമ്പനീസ് എന്ന് പറയുന്നത്. ഗ്ലോബലി പൊതുവേ വളരെ പോസിറ്റീവാണ്. കാരണം രാവിലെ നമുക്ക് US ഫ്യൂച്ചർ പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ ഫ്യൂച്ചർ പോസിറ്റീവായിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷൻ കണ്ട് ആളുകൾക്ക് അറിയാം. രാവിലെ തന്നെ നമ്മൾ യൂറോപ്യൻ ഫ്യൂച്ചറും ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഗംഭീര റാലിയിലാണ് ഉള്ളത്. കോസ്പി കൊറിയൻ മാർക്കറ്റെല്ലാം തന്നെ ഏഷ്യൻ സെല്ലിൽ നിന്ന് 7% റാലി ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് വളരെയധികം ഈ ഒരു ബൈയിങ് പ്രഷർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനാരിയാണ് ഉള്ളത്. നിഫ്റ്റിയുടെ PE റേഷ്യോയിൽ തന്നെ 19, അതായത് 19 താഴെ പോയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീംലി ഓവർ സോൾഡ് മാർക്കറ്റ്. നിഫ്റ്റി 50 തന്നെ 10ഓളം കമ്പനീസ് 52 വീക്ക് ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിൽ എക്സ്ട്രീംലി ഓവർ സോൾഡ് ആണ്. അപ്പം നല്ലൊരു ബൈയിങ് പ്രഷർ കിട്ടിയപ്പോൾ മാർക്കറ്റ് പമ്പ് ചെയ്തു. ഈവൻ ഈ ഒരു ഇറാൻ-ഇസ്രായേൽ വാർ ഇല്ലാതിരുന്നെങ്കിൽ നിഫ്റ്റി എല്ലാം തന്നെ ഏകദേശം ഒരു 29,000 എത്തേണ്ടതായിരുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് 22,000 റേഞ്ചിൽ നിന്ന് ഇപ്പോൾ 23,000 മറികടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഒരു വാർ മാത്രമാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റാലിയാണ്. ഇന്ത്യ വിക്സ് 10% ക്രാഷ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റ് 5% റാലി, കോസ്പി 8% റാലി, ഓസ്ട്രേലിയ പോസിറ്റീവ്, കൊറിയ പോസിറ്റീവ്. ഇപ്പോൾ നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് ഫോളായി, ബ്രെൻഡ് ഓയിൽ 2.26% ഫോളായി, ബിറ്റ്കോയിൻ 1900, സിൽവർ, ഗോൾഡും എല്ലാം തന്നെ തിരികെ വന്നു. ഗോൾഡ് $70 പെർ ഔൺസിന് ഉയർന്നു. അതായത് $1.5 എന്ന നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് തിരികെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് വൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല. BEL കമ്പനി ഇന്ന് പോസിറ്റീവിൽ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. പ്രധാനമായിട്ടും ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തിയിരുന്നു. അവന്യൂ സൂപ്പർ മാർട്ട് കമ്പനി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കമ്പനി 500 സ്റ്റോർ ഇന്ത്യയിൽ ഉടനീളം കമ്പനി ഇപ്പോൾ പൂർത്തിയാക്കി എന്നുള്ള ന്യൂസ് ഉണ്ട്. മാരുതി സുസുക്കി റെക്കോർഡ് സെയിലാണ്. 24 ലക്ഷം യൂണിറ്റ് അവർ സെയിൽസ് ടാർജറ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കൈവരിച്ചു. ഫോഴ്സ് മോട്ടേഴ്സ് ശക്തമായ റാലി രേഖപ്പെടുത്തി. ഡൊമസ്റ്റിക് ഡിമാൻഡ് കമ്പനിയുടെ ഉയർന്നു. ഹാപ്പിയസ്റ്റ് മൈൻഡ് കമ്പനിയുടെ ആദ്യത്തെ AI എഞ്ചിനീയറിംഗ് ഉടൻ തന്നെ കമ്പനി ലോഞ്ച് ചെയ്യുന്നു കമ്പനി അറിയിച്ചു. കരൂർ വൈശ്യ ബാങ്ക് കമ്പനി അഡ്വാൻസും ഡെപ്പോസിറ്റും 13% ഉയർച്ച കമ്പനി കൈവരിച്ചു. ജയകുമാർ ഇൻഫ്ര കമ്പനി 2360 കോടി രൂപയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു എക്സ്പ്രസ് വേയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പവർമെക് കമ്പനി അവർക്ക് 109 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സാഗിൽ പ്രീപെയ്ഡ് കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ
40% കമ്പനി വർദ്ധിപ്പിച്ചു. ഭാരത് കുക്കിംഗ് ഓയിൽ കമ്പനിയുടെ ഈ കുക്കിങ്ങിൻ്റെ എല്ലാം തന്നെ ഓയിൽ പ്രൈസ് വർദ്ധിച്ചു. നമ്മുടെ LPGയുടെ ഗ്യാസ് പ്രൈസ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡ് പ്രൈസ് ഇൻ ദ സെൻസ് ഹോട്ടൽ നമുക്ക് ലഭ്യമാകുന്ന ഫുഡിൻ്റെ പ്രൈസ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, ഇവർക്ക് റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തി. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് കമ്പനിയുടെ ടോട്ടൽ അഡ്വാൻസ് കമ്പനി ഉയർത്തി മീൻസ് കമ്പനിക്ക് കിട്ടി. ബെൻസാൽ വയർ കമ്പനി സെയിൽസ് വോളിയം 20% year-on-year ഉയർന്നു. റെയിൽടെൽ കോർപ്പ് കമ്പനി, അവർക്ക് 12 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അവാന്തി ഫീഡ് കമ്പനി, ഇവർ തായിലുള്ള ഒരു ഫെഡ് മിൽ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തു. അവാന്തി ഫീഡിൽ നിന്ന് 4% റാലി ഉണ്ടായിരുന്നു. ഓറിയൻ്റ് ഇലക്ട്രോണിക് കമ്പനിയുടെ ആദ്യത്തെ ഓക്സിജൻ എൻറിച്ച് ഫാൻ കമ്പനി ലോഞ്ച് ചെയ്തു. റൈൻ ഇൻഡസ്ട്രീസ് കമ്പനി പുതിയ ഗ്രാഫൈറ്റ് പ്ലാന്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് ആണ്. കമ്പനി ഇന്ന് 7% റാലി നമുക്ക് ലഭിച്ചു. ഗോദാവരി പവർ കമ്പനി ഹയസ്റ്റ് അവർ അയൺ പ്രൊഡക്ഷൻ കമ്പനി അച്ചീവ് ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾസ് എല്ലാം തന്നെ സെയിൽസ് 51,000 നിന്ന് 66,000 ഉയർന്നു. CSL ഫിനാൻസ് കമ്പനിയുടെ AUM 21% കമ്പനി അച്ചീവ് രേഖപ്പെടുത്തി. 11% റാലി കമ്പനി ലഭിച്ചു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ 22,850 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR എല്ലാം തന്നെ 1 അടുത്തുന്നുണ്ട്. ആളുകൾ പുട്ടും 22,500 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. പിന്നീടുള്ളത് 22,000 നമുക്കറിയാം. 22,500 മേജർ സപ്പോർട്ട് സോൺ. എന്നാൽ 23,500 എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഉണ്ട്. സ്വാഭാവികമായ രീതിയിൽ എങ്ങനെയാണോ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു രീതിയിലേക്കൊക്കെ തിരികെ എത്തി. എങ്കിൽ കൂടിയും മാർക്കറ്റ് ഇപ്പോൾ പല സമയങ്ങളിലും സംഭവിക്കുന്ന ഒരു സിനാരിയാണ്. വാർ നിൽക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ വാർ നിന്നാൽ, അതായത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇറാൻ പറയാണ് വാർ നിർത്താൻ തയ്യാറാണ്, US അംഗീകരിച്ച് 15 നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ രമ്യതയിൽ വന്നാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഏകദേശം ഒരു 1,500 പോയിന്റിനും 2,000 പോയിൻ്റൊക്കെ വലിയ ഗ്യാപ്പ് അപ്പിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത. നമുക്കറിയില്ല, പൊതുവേ സാധ്യത. കാരണം ഈ ട്രംപിൻ്റെ താരിഫ് 19%ലേക്ക് കുറച്ച ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1,200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഷോർട്ട് ചെയ്യുമ്പോൾ, അതായത് നിഫ്റ്റീനെ ഷോർട്ട് ചെയ്യുമ്പോൾ, സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമല്ല മിനിമം 10 തവണ ആലോചിക്കുക. കാരണം നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഗംഭീര റാലിയിലാണ് എങ്കിൽ, ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പപ്പിലാണെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നഷ്ടം വരാൻ ആ ഒരു ദിവസം മതി. ആ ഒരു ദിവസം ഉണ്ടാക്കുന്ന നഷ്ടം അത് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയറിലും വേണ്ടി വരും. ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു, അതങ്ങ് അവസാനിക്കട്ടെ. അതിലുണ്ടായ നഷ്ടങ്ങളൊക്കെ അതങ്ങ് എഴുതി തള്ള. പുതിയ ദിവസമാണ്. പഴയ ഓർമ്മകളൊന്നും മനസ്സിൽ വെക്കാതെ പുതിയ തുടക്കത്തിൽ വലിയ ഓവർനൈറ്റ് പൊസിഷൻസും തന്നെ വേണ്ട, വിത്തൗട്ട് പ്രോപ്പർ ഹെഡ്ജിൽ എന്നുള്ളതാണ്. നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.